I hope you enjoyed this video. Please subscribe, like, and share my channel. Support me. We know the enjoy Kardashian. Hi everyone, എൻ്റെ പേര് അനുപമ പത്മൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമസ്കാരം. അനുപമ പത്മനെ മറന്നുപോകാനുള്ള ചാൻസ് ഒന്നുമില്ല. നമുക്കറിയാം, 1.5 കൊല്ലം മുമ്പ് കൊല്ലം ആയൂരിൽ നടന്ന ഒരു തട്ടിക്കൊണ്ടുപോക്ക് മറ്റാരുമല്ല, ഒരു വെറും 6 വയസ്സുകാര അബിഹേൽ സാറ എന്ന് പറയുന്ന പെൺകുച്ചിനെ തട്ടിക്കൊണ്ടുപോയ കേസ് ഓർമ്മയുണ്ടോ? വളരെ വിവാദമായ കേസാണ്. കൊല്ലത്താണ് സംഭവിച്ചത്. അതിനകത്ത് 3 പേരായിരുന്നു പ്രതി. അതിൽ 3-ാം പ്രതിയായിരുന്നു ഈ പറയുന്ന അനുപമ പത്മൻ. അതിനകത്ത് അമ്മയുടെ പേര് അനിതകുമാരി, അച്ഛന്റെ പേര് പത്മകുമാർ, ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് അനുപമ പത്മൻ. അങ്ങനെ എന്ത് ചെയ്തു? അതിന്റെ കഥ വേണമെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞു തരാം. അതായത് ഈ കൊല്ലത്ത് ആയൂരിൽ ഇവരെത്തിരി സാമ്പത്തികമായിട്ടുള്ള ഒരു കക്ഷികളാണ്. ഏക്കർ കണക്കിന് വസ്തുവും 2 നില വീടും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പറയുന്ന കൊല്ലത്ത് അടുത്തുള്ള എന്ത് ചെയ്യുന്നു, ഈ ആയൂരിൽ നിന്ന് ഒരു 6 വയസ്സുകാരെ പെൺകുട്ടിയെ കാണാതെ പോയി. അതായത് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ സഹോദരനുമായിട്ട് വരുന്നു. ഇവരൊരു കാറിൽ വന്നിറങ്ങി പിടിച്ചു കയറ്റി കൊണ്ടുപോയി, അല്ലെ, ബലമായിട്ട് കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയി. അതിന്റെ പിറ്റേ ദിവസം പിന്നെ ഭയങ്കര അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്തു? ഭയങ്കര വിവാദമായ ആൾക്കാരെല്ലാവരും ഈ പറയുന്ന അഭികൽ സാറയ്ക്ക് വേണ്ടിയിട്ട് പലയിടത്തും വലവീശി. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ പിറ്റേ ദിവസം ഈ പെൺകുട്ടിയെ, 6 വയസ്സായ പെൺകുട്ടിയെ തൊട്ടടുത്ത പാർക്കിൽ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷമാണ് ഇവരാണ് രേഖാചിത്രങ്ങളും കാര്യങ്ങളും, അത് വൻ വിവാദമായ സംഭവം. രേഖാചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് വരച്ച് ഇവരുടെ ഫാമിലി ഞെട്ടിപ്പോയി. ആൾക്കാരെല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഈ ഫാമിലിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. അതില് 3-ാമത്തെ പ്രതി ഇവരുടെ മകളായിരുന്നു അനുപമ പത്മൻ. അനുപമ പത്മന്റെ കാര്യം നോക്കി അതിനെയും കാട്ടി വലിയ ഞെട്ടലായിരുന്നു. അതായത് അനുപമ പത്മന് അപ്പോഴും ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, അല്ലേ? ഇൻകം വന്നുകൊണ്ടിരുന്നത് അതിൽ നിന്ന്. അതായത് ബില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് 20 മില്യൺ, 30 മില്യൺ, 40 മില്യൺ അങ്ങനെ ഓരോ റീൽസിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് പോലീസുകാർ തന്നെ അന്ന് പറഞ്ഞിരുന്നത് ഇവർക്ക് മാസം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഇവർക്ക് വരുമാനം ഉണ്ടാകും എന്നാണ് പോലീസുകാർ തന്നെ അന്ന് പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് തന്നെ എന്ത് ചെയ്തു? ഇവരുടെ മോണിറ്റൈസേഷൻ, അതായത് റീയൂസ്ഡ് കണ്ടന്റ് ചെയ്തത് കൊണ്ട് ഈ യൂട്യൂബ് ഇവരുടെ മോണിറ്റൈസേഷൻ കട്ടാകുന്നു. അതിനുശേഷം ഇവരുടെ വരുമാനം നിലയ്ക്കുന്നു. അപ്പോൾ ഇവർക്കും ഈ പറയുന്ന അച്ഛനും അമ്മയും സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരുന്നു. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്ത് നമുക്ക് ഈ സാമ്പത്തികം ഉണ്ടാകണം, നമ്മുടെ വസ്തുവോ ഒന്നും വിൽക്കണ്ട, ലോൺ എടുക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്ത് കൊച്ചു കുട്ടിയെ തട്ടിക്കൊണ്ട് വരാം എന്നൊരു പ്ലാൻ ചേർന്നു. കുറെ കാലത്തിന് ശേഷം പ്ലാനിൽ ആദ്യം ഇവിടെ എതിർത്തു എന്ന് പറയുന്നു. അതിനുശേഷം അനുപമ പത്മൻ ശരി ഞാനും കൂടി കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് തൊട്ടടുത്തുള്ള എന്ത് ചെയ്തു? ഒരു അനിയത്തിയും അനിയനും കൂടി വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു? അനിയനെ പിടിച്ച് തള്ളിയിട്ട് ഈ കൊച്ചു കുട്ടിയെ, ഈ അനിയത്തിയെ വലിച്ചു കയറ്റി കാറിൽ കൊണ്ടുപോകുന്നു. അതിൽ അനിയൻ എതിർക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ അനുപമ പത്മൻ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്, വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഭക്തി മാർഗത്തിലൂടെ ഞാൻ ഇനി ദൈവസന്നിധിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുപമ പത്മൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് അനുപമ പത്മൻ അനുപമ പത്മന്റെ പഴയ ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരു പഴയ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഈ ഇംഗ്ലീഷ് ഒക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ജനങ്ങൾ ഞെട്ടിപ്പോയി. എന്ത് ഇംഗ്ലീഷൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ മനസ്സിലായത് ഇവിടെ എന്തോ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് പറഞ്ഞത് എന്നൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പോ അനുപമ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയതിനു ശേഷം, അതായത് ഇവർക്ക് കഴിഞ്ഞ മാസം ജാമ്യം കിട്ടിയായിരുന്നു. അനുപമ പത്മന് കഴിഞ്ഞ മാസം ജാമ്യം കിട്ടിയായിരുന്നു. കൊല്ലത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു ജാമ്യ വ്യവസ്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്ന അവിടെ റൂമിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്ന് നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തു. അവിടെ പൊങ്കാല ഇട്ടപ്പോൾ ദൈവവിളി ഉണ്ടായി. ഞാൻ ഇനി ഭക്തി മാർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. ചരിത്രം, ഐതിഹ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. ഹായ് എവരിവൺ, എൻ്റെ പേര് അനുപമ പത്മൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഇന്ന് രാവിലെ 10:15 പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. 1:15 കൂടി ദേവിക്ക് നിവേദിച്ചു. അപ്പോൾ ഏകദേശം 35 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു കിട്ടി, അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഇതിന് മുൻപ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അമ്പലം പ്രശസ്തമാണല്ലോ. പക്ഷെ എന്നാലും അമ്പലത്തിൽ വരുന്നത് കുറച്ച് നാൾ മുമ്പാണ്. അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതുവരെ അപ്പോൾ ഡിലേ വന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ
അവിടുത്തെ ഐതിഹ്യത്തെ പറ്റി, ആറ്റുകാലമ്മയുടെ അവിടുത്തെ ക്ഷേത്രം വന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു ഐതിഹ്യത്തെ പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇളങ്കോ ശരി, ഓക്കെ. അപ്പോ അതായത് മനസ്സിലായല്ലോ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോഴാണ് അവിടുത്തെ ചരിത്രം മനസ്സിലായത്. അതുകൊണ്ട് അവരുടെ ഐതിഹ്യത്തെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പാവം വളരെ നിഷ്കളങ്കയായ അനുപമ പത്മൻ ഒരു വീഡിയോ ആയിട്ട് അതിന്റെ പിന്നെ അതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ആ രുദ്രാക്ഷമാലയും ഒരു 4-5 കുറിയൊക്കെ ഇട്ട് വളരെ ഭക്തി മാർഗത്തിലേക്ക് അനുപമ പത്മൻ അങ്ങനെ മാറിയിരിക്കുകയാണ്. പഴയ ചാനലുണ്ട്. പണ്ട് ഈ ഒരു കേസ് നടന്നപ്പോൾ ഏതാണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബർ, ഞാനിപ്പോ നോക്കിയത് ഏതാണ്ട് 7 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഇപ്പോൾ ആയിട്ടുണ്ട്. 8 ലക്ഷത്തോളം ആവാൻ പോകുന്നു തോന്നുന്നു. അതിനകത്ത് എനിക്ക് 1-2 പിന്നീട് ഷോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴും മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോ പിന്നീട് പിന്നെ അനുപമ എന്ന് പറയുന്നത് മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ഭക്തി മാർഗത്തിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇപ്പൊ അച്ഛനും അമ്മയും ജയിലിലാണല്ലോ, പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്ത പഴയ മറ്റേ യൂട്യൂബിൽ ഒന്നും ഇടാൻ പറ്റുന്നില്ല, അതിൽ മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുന്നത് കൊണ്ട് തന്നെ പുതിയൊരു ചാനൽ തുടങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഭക്തിമാർഗം നല്ലതാണ്. പണ്ട് ആ കൊച്ചു കുട്ടികളെയൊക്കെ പിന്നെ തട്ടിക്കൊണ്ട് പോയപ്പോ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്കങ്ങ് പിന്നെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ മറന്ന് ഒരു കൊച്ചുകുട്ടിയാണ് ഈ അന്ന് എത്രയെങ്കിൽ ഒരു 10-17 വയസ്സെന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മറന്ന് അന്നത്തെ ആ തെറ്റൊക്കെ ഈ പറഞ്ഞ പുറത്തു കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അത് മറക്കാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ആ ഒരു പാപഭാരം എപ്പോഴും നിങ്ങൾ പേറിക്കൊണ്ട് തന്നെ നടക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് നല്ല മാർഗത്തിലൂടെ ആണെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നേ ഉള്ളൂ. അല്ലാതെ ഒരാളിപ്പോ അന്നൊരു ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ ജീവിതകാലം മൊത്തം അതിനെ നീ നശിച്ചു പോയെന്നും നമ്മൾ പറയുന്നില്ല. നല്ലൊരു തിരിച്ചറിവ് വന്ന് നല്ല രീതിയിൽ ആ ഒരു സംഭവമൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് നല്ലൊരു രീതിയിൽ പോകാനാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ അത് സാധിക്കട്ടെ. ഇതല്ല, ഇതിലും ഉടായിപ്പാണ്. കണ്ട് നമുക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ഇവരുടെ വീട്ടിൽ കുറെ പട്ടികൾ, ഒരു വെബ്സൈറ്റ് ഒക്കെ ഇവർ തുടങ്ങി, ഒരു 10-20 പട്ടികളെയൊക്കെ കൊണ്ട് കൂടെ വന്ന് ആ പട്ടികളെ വിറ്റ് പലയിടത്തു നിന്നും ക്യാഷ് വാങ്ങുന്ന ഒരു രീതി, ഞാൻ ഈ തെരുവിൽ കിടക്കുന്ന സ്ട്രീറ്റ് ഡോഗുകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ പോറ്റുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരുപാട് പൈസ തട്ടിച്ച കേസ്, അങ്ങനെ ഒരുപാട് ഉടായ്പ വേലകൾ നടത്തിക്കൊണ്ട് അതുവഴി പൈസ സമ്പാദിക്കുകയായിരുന്നു ഈ അനുപമ പത്മൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറിക്കൊണ്ട് ഈ പറയുന്ന ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ പോയി ഈ നമ്മുടെ പൊങ്കാല ഇട്ടതിന് ശേഷം എന്ത് ചെയ്തൊരു ഉൾവിളി ഉണ്ടായി, ഇനി എനിക്ക് മറ്റുള്ള ആ ബാഡായിട്ടുള്ള മെമ്മറീസ് ഒക്കെ മറന്നുകൊണ്ട് ഞാനൊരു പുതിയ പിന്നെ മനുഷ്യശ്രീയായി പുതിയ ഒരു ജീവിതത്തിലേക്ക് ഭക്തി മാർഗത്തിലൂടെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പച്ച മലയാളത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പച്ച മലയാളത്തിൽ അനുപമ പത്മൻ പറയുന്നത്. അന്ന് നമ്മൾ ഈ പറയുന്ന മലയാളം പറയണത് യൂട്യൂബ് നിറച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം എന്ന് പറയുന്ന വാക്കേ കാണത്തില്ല, മൊത്തം ഇംഗ്ലീഷാണ്. നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റാത്ത മറ്റേതോ സ്ലാങ്ങിലാണ് ഈ പറയുന്ന ഈ അനുപമ പത്മൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും മാറിക്കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. എന്തായാലും ഫസ്റ്റ് വീഡിയോ ആണ്, ആരും വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്തോ ആയിക്കട്ടെ, നമുക്കിത് വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ഉടായിപ്പാണോ? ഒരു ദിവസം പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെ ഉടനെ ഒരു ഭക്തി മാർഗത്തിലേക്ക് വരുമോ എന്നൊന്നും പറഞ്ഞൂടാ. പിന്നെ അവർക്ക് വീണ്ടും ഒരു രണ്ടാമത്തെ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അന്ന് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ഇവരെന്തോ സഹായത്തിന് ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആ കൊച്ചിനെ അവിടെ കൊണ്ടുവരുന്നു, കൊച്ചിനെ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുകയോ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുകയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളത് ഒരു മന്ദബുദ്ധി അന്നത്തെ കേസ് എനിക്ക് ചിരിയാ വരുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന വേറൊരു കടയിൽ പോയിട്ട് പിന്നീട് വേറെ നമ്പർ എടുത്ത് അവരെ നമ്പറിൽ വിളിക്കുന്ന ഇന്ന രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞ പോലീസുകാരെ ലൈവ് ഓടിക്കുന്നു. ഒരു മേളമായിരുന്നു അന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ആ കുട്ടികളെ ഉപദ്രവിച്ചില്ല, പിടിക്കുമെന്നായപ്പോ തിരിച്ച് അതേപോലെ സേഫായിട്ട് ഒരു കൊണ്ട് ആക്കുകയൊക്കെ ചെയ്തു. അതൊക്കെയുണ്ട്. ഇപ്പോഴുള്ള ജനങ്ങൾ അറിയാം ഇതേപോലെ പിടിക്കപ്പെടുമെന്നൊക്കെ അറിയുമ്പോൾ കുട്ടികളെ കൊന്നു കളയാനും മതി. ഇപ്പൊ അതൊന്നും ചെയ്തില്ല. അപ്പൊ എന്തായാലും ഒരു സെക്കൻഡ് ചാൻസ് അറിയൂടെ നല്ല പിന്നീട് ഈ പറയുന്ന ചിന്തകളോടുകൂടി തന്നെയാണ് താങ്കൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടും മക്കളെ. എനിക്ക് ഇത്രേ പറയുള്ളൂ. എന്നാലും ദൈവത്തിന്റെ ഓരോ കളികളിലെ ഈ അമ്മ ആറ്റുകാൽ അമ്മയെ നിങ്ങൾ മഹാനാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.